നിരവധി പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഞെളിയൻപറമ്പ് മാലിന്യ കേന്ദ്രം ഉടൻ അടച്ചുപൂട്ടണമെന്ന് സമരമുന്നണി. കേന്ദ്രം അടച്ചുപൂട്ടുന്നതുവരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഞെളിയൻപറമ്പ് സമരമുന്നണി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വർഷങ്ങളായി മാലിന്യ പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ചെറുവണ്ണൂർ നല്ലളം പഞ്ചായത്തിലെ ഞെളിയൻപറമ്പ് നിവാസികൾ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഞെളിയൻപറമ്പ് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധി തവണ അധികൃതരിലെത്തിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാൻ സമരമുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. പ്രദേശത്തെ 18 ഹെക്ടറോളം സ്ഥലത്തായി കിടക്കുന്ന ഞെളിയൻപറമ്പ് മാലിന്യ കേന്ദ്രം ഉടൻ അടച്ചുപൂട്ടണമെന്നും സമരമുന്നണി നേതാക്കൾ ആവശ്യപ്പെട്ടു. ഞെളിയൻപറമ്പ് സമരമുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന സംഘാടക ഇടപെടലുകളുടെ ഭാഗമായി വലിയ രൂപത്തിലേക്കുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ച് ഞെളിയൻപറമ്പ് അടച്ചുപൂട്ടുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും സംശയങ്ങളുണ്ടാവാം. വിവിധ കാലയളവുകളിൽ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ നേതൃത്വം വഹിച്ചുകൊണ്ടുള്ള വിവിധ രൂപത്തിലേക്കുള്ള സമരങ്ങൾ കണ്ട പ്രദേശമാണ് കോഴിക്കോട് ഞെളിയൻപറമ്പ്. പരിസരവാസികൾ ഓരോ ഘട്ടത്തിലും വഞ്ചിക്കപ്പെടുകയുണ്ടായത്. ഓരോ സമരം കഴിയുമ്പോഴും ഉണ്ടാവുന്ന ചിത്രമെന്ന് പറയുന്നത് ഞെളിയൻപറമ്പിലെ ദുരിതം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സമീപനം. ഞങ്ങൾ നടത്തിയ ചർച്ചയിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി അരമണിക്കൂറിലധികം കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി സമീപകാലത്തില്ലാത്ത രൂപത്തിൽ ഞെളിയൻപറമ്പിലെ ദുരിതം സംബന്ധിച്ച് വിവരിക്കുന്നതിന് അവസരം കിട്ടിയ ഒരു സമരമുന്നണിയാണ് ഞെളിയൻപറമ്പ് സമരമുന്നണി. അരമണിക്കൂറിലധികം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞത്, മാലിന്യം എന്ന് പറയുന്ന ഒരു രൂപം, ആ മാലിന്യം ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവന്നാൽ അത് കുമിഞ്ഞുകൂടുമെന്നത് ഭരിക്കുന്നവർക്കറിയില്ല എന്നതാണ് സമരമുന്നണിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളോട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചത്. ഇതിനു മുന്നോടിയായി ഞായറാഴ്ച കൊളത്തറ റഹ്മാൻ ബസാറിൽ ബഹുജന കൺവെൻഷൻ സംഘടിപ്പിക്കും. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുനിന്നും നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കും. സംഘടന സമരമുന്നണി കൺവീനർ VP ബഷീർ, P ഷംനാസ്, P റിയാസ്, K വിനോദ് കുമാർ, PT ബിജു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.